രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും വൻ ധൂർത്തുമായി ടൂറിസം വകുപ്പ്. ദുബായിലെയും ഖത്തറിലെയും വിമാനത്താവളങ്ങളിൽ പരസ്യങ്ങൾ നൽകാൻ മാത്രം ചെലവഴിക്കുന്നത് 3 കോടിയോളം രൂപയാണ്. അറബ് രാജ്യങ്ങളിൽ സമൂഹ മാധ്യമ പ്രചരണത്തിനായി അനുവദിച്ചത് 2.5 കോടി. 4 മിനിറ്റ് പ്രചരണ വീഡിയോകൾ തയ്യാറാക്കാൻ അനുവദിച്ചിരിക്കുന്നത് 39 ലക്ഷം രൂപയാണ്. ഇങ്ങനെ ഒരാഴ്ചക്കിടെ ടൂറിസം വകുപ്പ് ആകെ അനുവദിച്ചത് 10 കോടിയോളം രൂപ. ഇതിന്റെ എല്ലാ രേഖകളും ജനം ടിവിക്ക് ലഭിച്ചു. ആർ രാജീവ് ചേർന്നു കൂടുതൽ വിവരങ്ങളുമായി. രാജീവ്, രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ സംസ്ഥാനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഇത്തരം വലിയൊരു ധൂർത്തുകൂടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും, പ്രത്യേകിച്ച് ടൂറിസം വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ. ദേവിക, വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ദൈനംദിന ചെലവുകൾക്ക് പോലും കടം വാങ്ങി മുന്നോട്ട് പോകേണ്ട അവസ്ഥയിലാണ് കേരളം. കേന്ദ്ര സർക്കാർ കടം നൽകുന്നതിന് അനുമതി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അടുത്തിടെയാണ് ധനവകുപ്പ് വീണ്ടും കത്ത് നൽകിയത്. ഈ രീതിയിൽ കടം വാങ്ങി ഓരോ മാസവും സർക്കാർ ജീവനക്കാർക്ക് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ഒക്കെ നൽകേണ്ട ഒരു ഗതികേടിലൂടെയാണ് കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു വശത്ത് ധൂർത്തിന് ഒരു കുറവുമില്ല എന്ന് തെളിയിക്കുന്ന രേഖകൾ കൂടിയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഒരു വശത്ത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷിക ആഘോഷങ്ങൾ കിങ്കമമായി നടക്കുന്നു. അതിനും കോടികളാണ് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനു പുറമെയാണ് ഇപ്പോൾ ടൂറിസം വകുപ്പും കോടികൾ ചെലവഴിച്ചുള്ള ധൂർത്ത് ഇങ്ങനെ യഥേഷ്ടം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ടൂറിസം വകുപ്പിൻ്റെ പ്രചരണത്തിനായി അറബ് രാജ്യങ്ങളിൽ പ്രചരണം നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നിലവിൽ ഇപ്പോൾ കോടികൾ അനുവദിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദുബായിലും അതുപോലെ തന്നെ ഖത്തറിലെയും വിമാനത്താവളങ്ങളിൽ പരസ്യം നൽകുക എന്നതാണ്. ഈ പരസ്യം നൽകുന്നതിന് വേണ്ടി 3 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ഇതിനൊപ്പമാണ് ഈ അറബ് രാജ്യങ്ങളിലെ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയുള്ള പ്രചരണത്തിനായി 2.5 കോടി രൂപ അനുവദിച്ചിരിക്കുന്നത്. ഇതിനൊപ്പം 1 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ഡോക്യുമെൻ്ററിയിൽ ചിത്രീകരിക്കുന്നതിനായി 39 ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെയുള്ള രേഖകൾ പരിശോധിക്കുകയാണെങ്കിൽ 10 കോടി രൂപയ്ക്കടുത്താണ് നിലവിൽ ടൂറിസം വകുപ്പ് അനുവദിച്ചിരിക്കുന്നത്. ഈ രീതിയിലുള്ള വലിയ ധൂർത്ത് തന്നെയാണ് ടൂറിസം വകുപ്പിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ ജനങ്ങൾക്ക് വേണ്ട പദ്ധതികളെല്ലാം വെട്ടിക്കുറച്ച് കഴിഞ്ഞിരിക്കുന്നു. കാരുണ്യ പദ്ധതിക്ക് നൽകാൻ പണമില്ല. അവശ്യ മരുന്നുകൾ വാങ്ങുന്നതിന് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡിന് പണം നൽകുന്നില്ല. പണമില്ലാത്തതിൻ്റെ പേരിൽ ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയിരിക്കുന്നു. സഹകരണ സംഘങ്ങളിൽ നിന്നും മറ്റും വായ്പ എടുത്താണ് നിലവിൽ ഈ ക്ഷേമ പെൻഷനുകൾ നൽകുന്നത്. ക്ഷേമ പെൻഷനുകൾ നൽകാൻ എന്ന പേരിൽ ഇന്ധന സെസ് ഏർപ്പെടുത്തിയിട്ട് 2 വർഷമാകുന്നു. ഇതുവരെ പിൻവലിച്ചിട്ടില്ല. ഈ രീതിയിൽ സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന സമീപനങ്ങൾ തുടരുമ്പോഴാണ് ഒരു വശത്ത് ധൂർത്ത് ഇങ്ങനെ യഥേഷ്ടം തുറന്നുകൊണ്ടിരിക്കുന്നത് എന്ന വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. നേരത്തെ നമുക്കറിയാം, മുഖ്യമന്ത്രിയുടെ നവകേരള സദസ് ഉൾപ്പെടെ 100 കോടി രൂപയ്ക്കടുത്ത് ചെലവഴിച്ചുകൊണ്ടായിരുന്നു നടത്തിയത്. ഇതിനുശേഷവും ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടി നടക്കുന്നുണ്ട്. അതിനും കോടികളാണ് ഒരു വശത്ത് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ടൂറിസം വകുപ്പും ഈ രീതിയിൽ അറബ് രാജ്യങ്ങളിൽ പരസ്യപ്രചാരണം നടത്താനെന്ന പേരിൽ കോടികൾ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് പ്രയോജനമെന്ന ചോദ്യം ടൂറിസം വകുപ്പിലെ തന്നെ ചില ഉന്നത ഉദ്യോഗസ്ഥർ ചോദിക്കുന്നുണ്ട്. പക്ഷേ അതിനൊന്നും വ്യക്തമായ മറുപടി നൽകുന്നില്ല. അതേസമയം തന്നെ ഈ രീതിയിൽ വിദേശത്ത് കോടികൾ ചെലവഴിച്ചുകൊണ്ടുള്ള പ്രചരണം ഒരു വശത്ത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് വസ്തുത. ഏതായാലും ഈ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ വീണ്ടും വലിയ ധൂർത്തിന് കളമൊരുങ്ങുന്നു എന്ന ചില സൂചനകൾ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉൾപ്പെടെ വീണ്ടും വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിനുള്ള നടപടികളും പൂർത്തിയായി വരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ദേവിക.